നല്ല ഒരു അടിപൊളി ഒരു കറിയാണ് കേട്ടോ. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കോ പൂരിക്കോ അതുപോലെ ചോറും ഒക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഒരു കറിയായിട്ട് ചെയ്യുന്നത്. ഉരുളക്കിഴങ്ങും സവോളയൊക്കെ വെച്ച് നല്ല സിമ്പിളായിട്ടൊരു കറി, അതാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്താണ്. ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. തീരെ ചെറുതാണ്ടത് ഇതേപോലെ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. ഇപ്പം ഞാനൊരു 3 എടുത്തതേ ഉള്ളൂ. നമ്മുടെ ആവശ്യത്തിന് എടുക്കാവുള്ളൂ. കാര്യം അംഗസംഖ്യ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കണം. ഇപ്പോൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങെല്ലാം നമ്മളൊരു ബൗളിലോട്ട് മാറ്റുകയാണ്. കഴിയതാ, എന്നാലും ഒന്നുകൂടെ കഴുകിയെടുക്കാം. നമ്മൾ ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നേരെ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് ചേർക്കാമെന്നാണ്. ഇതേപോലെ അങ്ങോട്ട് അരിഞ്ഞിട്ട് കൂട്ടത്തിൽ 2 പഴുത്ത തക്കാളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. രണ്ട് തക്കാളിയും കൂടെ. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം ഇത് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഇത് അടച്ച് നമ്മൾ ഈ അടുപ്പത്തോട്ട് വെക്കുക. 2 വിസിലടിക്കട്ടെ. ആ സമയം കൊണ്ട് ഇതേപോലെ ഒരു ചെറിയ 3 സവോളയാണ്. ആ സവോള കൂടെ എടുത്തിട്ട് ഇപ്പോൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന സവോള ഇവിടെ മാറ്റാം. രണ്ട് വിസിൽ അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഇനി വേകാനുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് വെച്ചോളൂ. തൽക്കാലം നമ്മൾ താഴോട്ട് വെക്കുകയാണ്. അവിടെ ഇരിക്കട്ടെ. കുക്കർ അടുപ്പത്തൊന്ന് മാറ്റിയതിന് ശേഷം ഇതേപോലെ ഒരു പാൻ അങ്ങോട്ട് വെക്കുക. പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കുക. കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് പൊടികളൊക്കെ ചേർക്കണം. ഇത് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിപ്പൊടിയാണ് വേണ്ടത്. ഒരു 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മസാലപ്പൊടിയാണ്, ഗരം മസാലപ്പൊടി. അത് ചേർക്കാം. അതല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടിയാണെങ്കിൽ അതും ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇത് എരിവിന് ആവശ്യമുള്ളത്. ചെറിയ തീയിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. വറുത്തെന്ന് പറഞ്ഞാൽ ഇതൊരു മണം വരും. അത്ര സമയം വരെ ഒന്ന് ഇളക്കി ഈ പൊടിയുടെ പച്ചച്ചവ മാറുന്നതിനും വരെ ഒന്ന് ഇളക്കി കൊടുക്കും. എണ്ണയൊന്നും ഒഴിക്കാതെ വേണം ഇത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാൻ. മുളകൊക്കെ വറക്കുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ ഒരു ഗന്ധം വരത്തില്ല, നല്ലൊരു മണം വരില്ല. ആ സമയത്ത് തന്നെ ഇത് നിർത്തിയേക്കണം. അപ്പോൾ ഇതുണ്ട്, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇനി നമ്മൾ കറി റെഡിയാക്കുന്ന ഇതിലാണ്. ഇത് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുക. നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഒരു കഷ്ണം കറുവാപ്പട്ട ഞാനൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടാണ്. 3 ഏലക്ക 3 ഗ്രാമ്പു ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ മസാല നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ എണ്ണയ്ക്കകത്ത് മസാല ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന സവോള അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇളക്കി കൊടുത്ത് ഈ സവോള ചെറുതായിട്ടൊന്ന് ചുമന്ന് വരണം. അത്ര സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ സവോളയൊക്കെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുന്നുണ്ട്. ഈ പരുവാകുമ്പോഴത്തേക്കും ഒരു ക്യാപ്സിക്കം, ഇതൊക്കെ ഓപ്ഷനാണ്, ഉണ്ടെങ്കിൽ ചേർക്കുക. നമ്മുടെ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്താണ്. ഇത് നല്ലതാണ് ഇതൊക്കെ ഇട്ടുന്നത്. ആ ക്യാപ്സിക്കം കൊണ്ട് ഇതിൻ്റെ അകത്ത് ഇടും. അതിന് ശേഷം ഇങ്ങനെ ഇളക്കി ക്യാപ്സിക്കം ഇട്ട് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പൊടി മസാലപ്പൊടി എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി ഇതൊന്ന് ഇളക്കി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക്
ഇനി ഇതങ്ങോട്ട് ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഇനി വേകാനുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്തോട്ട് ഇടുമ്പോഴത്തേക്ക് അത് വെന്തു. ആ വെള്ളവും ഇതെല്ലാം ഗുണമുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിക്കോ. ഒരല്പം വെള്ളം കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഒരല്പം മല്ലിയില ഇട്ട് കൊടുക്കുക. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ഒരു ലേശം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. കാര്യം മല്ലിയിലയൊക്കെ ഇടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് കിട്ടും കറിക്ക്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇച്ചി കയറി ഇങ്ങനെ അങ്ങോട്ട്. ഈ മല്ലിയിലയൊക്കെ താല്പര്യമുള്ളവർ ചേർത്താൽ മതി കേട്ടോ. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് അത്ര സമയം ഇരുന്നാൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല ഒരു അടിപൊളി ഒരു കറിയാണ് കേട്ടോ. ഇതുപോലെ കറി ഉണ്ടാൽ ഊട് ഉഷാറെന്ന് പറയത്തില്ലേ, കറക്റ്റാണ്. നല്ലപോലെ തിളച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അടുപ്പത്ത് ഇതേപോലെ ഒരു കറി വെച്ചാൽ തീർച്ചയായിട്ടും ചോറിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിൽ ചപ്പാത്തിയോ പാലപ്പോ ഇടിയപ്പോ പത്തിരിയോ ഏത് ഐറ്റത്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഴങ്ങ് കറിയാണ് കിഴങ്ങ് മസാലക്കറി. അപ്പം നമ്മൾ ഈ കിഴങ്ങ് മസാലക്കറി ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഒരു വലിയ ബൗൾ കറിയുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഒന്ന് ചെയ്ത് നോക്ക്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇടയ്ക്ക് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.